ചീട്ട് കളിച്ച് നശിച്ചു പോയ കുടുംബങ്ങൾ നമ്മുടെ ചുറ്റിലും ഇഷ്ടം പോലെ ഉണ്ട്. പന്തയം വെച്ച് നശിച്ചു പോയ കുടുംബങ്ങൾ പന്തയം വെച്ച് നശിച്ചതാണ് മഹാഭാരതവും. ദുര്യോധനൻ വിളിച്ചാ വരൂല, ശകുനി വിളിച്ചാ വരൂല, പക്ഷെ പാണ്ഡവർ ഒരാൾ വിളിച്ചാ വരും. അത് ധൃതരാഷ്ട്രമാണ്. കാരണം അവരുടെ അച്ഛന്റെ ജ്യേഷ്ഠനാണ്, അവർ അച്ഛനെ പോലെ തന്നെ കരുതുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ധൃതരാഷ്ട്രോട് പോയിട്ട് ദുര്യോധനൻ പറഞ്ഞു അവരെ വിളിക്കണമെന്ന്. ധൃതരാഷ്ട്ര പറഞ്ഞു, ഈ ചതിക്ക് ഞാൻ കൂട്ടു നിൽക്കുകയില്ല, നീ ചെയ്യുന്നത് തെറ്റാണ് മോനെ, നിന്റെ കൂടെ ഞാൻ നിൽക്കുകയില്ല. നമ്മളൊക്കെ നമ്മുടെ മക്കൾ വന്ന് തെറ്റ് പറയുമ്പോൾ പറയുന്നത് പോലെ തന്നെ ആദ്യം ധൃതരാഷ്ട്ര പറഞ്ഞു എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റുകയില്ല. പക്ഷെ ദുര്യോധനൻ പറഞ്ഞു, അച്ഛ ഒന്നുകിൽ ഞാൻ ജീവനോടെ കാണണമെങ്കിൽ അച്ഛൻ അവരെ വിളിക്കണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും. അങ്ങനെ നിങ്ങളോടൊരു മകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ധൃതരാഷ്ട്ര അന്ന് മോനെ നീ മരിച്ചാലും ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മകൻ മാത്രമായിരുന്നു അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിലും അതൊരു സെന്റിമെന്റൽ ബ്ലാക്ക്മെയിൽ ആണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് കൊടുത്തില്ലായിരുന്നെങ്കിൽ മഹാഭാരത കഥ എന്ന് പറയുന്നത് മറ്റൊന്നാകുമായിരുന്നു. എല്ലാം വെച്ച് തോറ്റ് ഒന്നും ബാക്കിയില്ലാതെ അവസാനം ചോദിക്കും ഒന്നുമില്ല എന്ന് പറഞ്ഞു നിന്നു. അപ്പൊ ശകുനി ചോദിക്കും, അല്ല യുധിഷ്ഠിര, നിങ്ങൾക്ക് ഇത്രയും നല്ല സഹോദരങ്ങളില്ലേ, ധൈര്യമില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഇവരെ എല്ലാം നിനക്ക് നേടിയെടുത്തൂടെ എന്ന് ചോദിക്കും. ഏറ്റവും ഇളയ 2 സഹോദരന്മാരെ നകുലനെയും സഹദേവനെയും വെച്ച് കളിക്കും. അപ്പൊ അത് അവരും തോറ്റു. അപ്പൊ അവിടെ നിർത്തി. അപ്പൊ ശകുനി ഒറിജിനൽ ശകുനിയായിട്ടൊരു വിഷം അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. നകുലനും സഹദേവനും നിന്റെ ഒറിജിനൽ സഹോദരങ്ങളല്ലല്ലോ, പക്ഷെ ഭീമനെയും അർജുനനെയും നിനക്ക് വെക്കാൻ ധൈര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ യുധിഷ്ഠിരന് മനസ്സിലായി അവിടെ നിർത്തിയാൽ നമുക്കിടയിൽ തന്നെ ഒരു വിള്ളല് വരുമെന്ന്. കാരണം അത് മറ്റൊരു അമ്മയുടെ മക്കളായിരുന്നു. അപ്പോ അർജുനനെ വെച്ച് അതും തോറ്റു, ഭീമനെ വെച്ച് അതും തോറ്റു. അവസാനം ഞാൻ എന്നെ തന്നെ വെക്കുന്നു എന്ന് പറഞ്ഞു, അതും തോറ്റു. എല്ലാവരും തല താഴ്ത്തിയിരിക്കുകയാണ്. ആ സമയത്ത് ദുര്യോധനൻ ശകുനി ചോദിച്ചു, നിനക്ക് ഒന്നുകൂടെ ബാക്കിയുണ്ട്, പാഞ്ചാലിയെ കൂടെ നിനക്ക് വെക്കാന്ന്. അവസാനം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം യുധിഷ്ഠിരൻ അവിടെ ചെയ്യാണ്. പാഞ്ചാലിയെയും പണയം വെച്ച് ചൂത് കളിക്കുകയാണ്, പാഞ്ചാലിയെയും നഷ്ടപ്പെടുകയാണ്. അപ്പോ പിന്നെ പറഞ്ഞു, ആ എല്ലാവരും അടിമകളാക്കപ്പെട്ടപ്പോ പാഞ്ചാലിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു സദസ്സിലേക്ക്. ഇവരെ നാണം കെടുത്തി ശരിക്കും. ഇവരുടെ ഡ്രസ്സുകളൊക്കെ അടിച്ച് അങ്ങനെ നിർപ്പിക്കുകയാണ്. പാഞ്ചാലിയെ കൊണ്ടുവരാൻ പറഞ്ഞു. പാഞ്ചാലി ആ സമയത്ത് കുളിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് അണിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ആദ്യം അവിടുത്തെ സേവകനെയാണ് പറഞ്ഞയക്കുന്നത്. സേവകനെ പറഞ്ഞയക്കുമ്പോൾ പാഞ്ചാലി തിരിച്ചു ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആദ്യം എന്നെയാണോ നഷ്ടപ്പെട്ടത്, യുധിഷ്ഠിരന് സ്വയമാണോ നഷ്ടപ്പെട്ടത്? ആ സദസ്സിലിരിക്കുന്ന ഭീഷ്മരും ദ്രോണരും ഒന്നും ഇതിനെതിരെ ഒന്നും പറഞ്ഞില്ലേ എന്ന് ഒരുപാട് ചോദ്യങ്ങൾ പറഞ്ഞയച്ച് അയാളെ തിരിച്ചയക്കുകയാണ്. അവസാനം ദേഷ്യം വന്ന ദുര്യോധനൻ അദ്ദേഹത്തിന്റെ അനുജനായ ദുശ്ശാസനനോട് കൽപ്പിക്കുകയാണ്, ദുശ്ശാസന, നീ ചെന്ന് പാഞ്ചാലിയെ കൊണ്ടുവരിക. ഇനി അഥവാ പാഞ്ചാലി എതിർക്കുകയാണെങ്കിൽ അവളെ മുടിക്ക് പിടിച്ച് ബലം പ്രയോഗിച്ച് വലിച്ച് ഈ സദസ്സിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുകയാണ്. ദുശ്ശാസനൻ പോയി പാഞ്ചാലിയോട് പറഞ്ഞു, പാഞ്ചാലി, നീ ഇന്ന് രാജ്ഞിയല്ല, ഇവിടുത്തെ ഞങ്ങളുടെ വെറും ഒരു അടിമയാണ്, നിന്നെ അവിടത്തേക്ക് കൊണ്ടുപോകാനാണ് വന്നത്, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയാണ്, നീ ആ ഒരു മാന്യത വെച്ച് സംസാരിക്കാവൂ. ഇപ്പൊ പിന്നെ പാഞ്ചാലിനെ ബലമായി പിടിച്ചു കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഓടാൻ നോക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് മുടിയിൽ ചുറ്റിപ്പിടിച്ച് വലിച്ചു കൊണ്ടുവരികയാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഭർത്താവിന്റെ അനിയൻ നിങ്ങളെ മുടിയിൽ പിടിച്ച് വലിച്ചഴച്ച് ഒരു പൊതു സദസ്സിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങളൊന്ന് പാഞ്ചാലിയുടെ ഭാഗത്തിരുന്നൊന്ന് ആലോചിച്ചു നോക്കുക. ആ തെറ്റുകളെ പൊറുക്കുവാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ജന്മത്തിൽ അവരോട് കഴിയുമോ എന്ന്.
എന്നിട്ട് നിങ്ങൾ പറയുക മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് മണ്ണാല ചത്തതാണോ പെണ്ണാല ചത്തതാണോ? ദ്രൗപദിയുടെ ശാപം, ദ്രൗപദിയുടെ ശപഥം, ദ്രൗപദിക്കുണ്ടായ അപമാനം. ദ്രൗപദി അവിടെ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഒരുപാട് ഒരു സ്ത്രീയോട് പറയാൻ പാടില്ലാത്ത അത്രയും അപമാനകരമായിരിക്കുന്ന വാക്കുകൾ കർണനടക്കം, കർണന്റെ പെങ്ങളാണ് വരും ശരിക്ക് ദ്രൗപദി, കർണനടക്കം ദുര്യോധനനും ദുശാസനനും അടക്കം എല്ലാവരും അത്രയും നീചമായ വാക്കുകൾ ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അവരെല്ലാം നിന്നുരുകയാണ്. ദുശാസനം പറഞ്ഞു, എന്റെ നെഞ്ചിൽ വേണമെങ്കിൽ നിനക്ക് സ്ഥലമുണ്ട്. അത് കേട്ടപ്പോ ഭീമൻ പറഞ്ഞു, നിന്റെ നെഞ്ച് ഞാൻ തച്ചുടച്ചില്ലെങ്കിൽ സ്വർഗത്തിലുള്ള എല്ലാ വാതിലുകളും എനിക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെടട്ടെ. ഇത് കേട്ട ദുര്യോധനൻ വളരെ വഷളൻ ചിരിയോടെ തന്റെ തുടയുയർത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചു, പാഞ്ചാലി വരുന്നോ? ക്രോധം കൊണ്ട് വിറച്ച ഭീമൻ പറഞ്ഞു, നിന്റെ തുടയിൽ ഞാൻ അടിച്ചു പൊട്ടിച്ചില്ലെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ ദുരന്തങ്ങളും ഞാൻ ഏറ്റുവാങ്ങട്ടെ. എന്റെ പിതാമഹന്മാർ പോലും എന്നെ തള്ളിപ്പറയട്ടെ. സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ എന്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെടട്ടെ. ഇത് ഈ സമയം ഇതിനുശേഷം ഇവര് നിർത്തിയില്ല. പാഞ്ചാലിയുടെ വസ്ത്രം അഴിക്കാൻ നോക്കുകയാണ്. എല്ലാവരോടും കരഞ്ഞു പറഞ്ഞു. ആരും രക്ഷക്കെത്താനുണ്ടായിരുന്നില്ല. അവസാനം പാഞ്ചാലി അവിടുന്ന് കരഞ്ഞു വിളിച്ചു പറഞ്ഞു, ഭഗവാനെ വാസുദേവ കൃഷ്ണ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ആ ഒരു വിളി ഒരാൾ കേട്ടു. ദുശാസനൻ ഡ്രസ് ഇങ്ങനെ വലിച്ചു കഴിക്കുന്നുണ്ട്, ഡ്രസ് ഇങ്ങനെ വരുന്നുണ്ട്, ഇത് തീരുന്നില്ല. അവസാനം ആ മുറിയിൽ മുഴുവൻ ഡ്രസ് നിറഞ്ഞു, ഇയാളുടെ കൈ മുഴുവൻ കടഞ്ഞു, പുതിയ ഡ്രസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും പാഞ്ചാലിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും പുറത്ത് കാണുന്നില്ല. അവസാനം ഇവര് കൈകടഞ്ഞത് നിർത്തി. ഭീമന്റെ ഗർജനവും ഈ സംഭവിച്ചതൊക്കെ കണ്ടപ്പോ വിരുദ്ധര് ധൃതരാഷ്ട്രോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളുടെ നാശം എന്ന് പറയുന്നത് അടുത്തിരിക്കുന്നു എന്ന്. ധൃതരാഷ്ട്രക്ക് കാര്യം മനസ്സിലായി. ഭീമൻ പറഞ്ഞാൽ അത് ചെയ്യും. പേടിച്ച് പാഞ്ചാലി അടുത്ത് വിളിച്ചു പറഞ്ഞു, മോളെ, നിന്നെ ഞാൻ സ്വതന്ത്രനാക്കുന്നു. നീ ഒരു രീതിയിലും ഇത് കാണരുത്. നീ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോ പാഞ്ചാലി പറഞ്ഞു, ഒന്നും വേണ്ട, എനിക്ക് യുധിഷ്ഠിരനെ സ്വതന്ത്രനാക്കിയാ മതി എന്ന് പറഞ്ഞു. യുധിഷ്ഠിരനെ സ്വതന്ത്രനാക്കുന്നു. പിന്നെ പറഞ്ഞു, ഇനിയും ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്റെ ബാക്കിയുള്ള പാണ്ഡവന്മാരെയും കൂടി സ്വതന്ത്രരാക്കണമെന്ന് പറഞ്ഞു. അവരെയും സ്വതന്ത്രരാക്കി. പിന്നെയും പറഞ്ഞു, ഇനിയും ചോദിച്ചു. അവർക്ക് നഷ്ടപ്പെട്ട, അവരിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത, ഇങ്ങനെ തട്ടിപ്പറിച്ചെടുത്ത ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇന്ദ്രപ്രസ്ഥം അവർക്ക് തിരിച്ചു കൊടുത്തു. അവരെ ഈ രഥത്തിൽ തിരിച്ച് പറഞ്ഞയക്കുകയാണ്. ധൃതരാഷ്ട്ര അവരോട് യുധിഷ്ഠിരനോട് മാപ്പിരുന്നുകൊണ്ട് പറഞ്ഞു, ഞാനിതൊന്നും പ്രതീക്ഷിച്ചതല്ല മോനെ. ഞാൻ നിങ്ങളെ ഒരു കളിക്ക് വേണ്ടി വിളിച്ചതായിരുന്നു. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവര് അങ്ങനെ സമാധാനത്തോടെ അവര് പോയി. അവരാകെ തലയും താഴ്ത്തി നേരിട്ട അപമാനങ്ങളും മനസ്സിലേറ്റി അവര് പോകുമ്പോ ധൃതരാഷ്ട്രം മനസ്സിൽ പുറമേക്കെങ്കിലും പ്രശ്നമില്ലാതെ ഇത് ഒതുക്കി തീർത്തല്ലോ. കാരണം അർജുനനെ കുറിച്ച് അവർക്കറിയാം. കൃഷ്ണൻ അവിടെ ഇല്ല, ദ്വാരകയിലില്ല. കൃഷ്ണനും കൂടി തിരിച്ചു വന്നു കഴിഞ്ഞാല് ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ളതും അറിയാം. രക്ഷപ്പെട്ടല്ലോ തൽക്കാലത്തേക്ക് എന്നുള്ള സമാധാനത്തോടെ അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ഇതേ സമയം അവിടെ ദുര്യോധനനും ദുശാസനും ഒക്കെ പറയാ, അക്കളവൻ, അങ്ങനെയാ വിളിക്കുന്ന അച്ഛന, അക്കളവൻ നശിപ്പിച്ചു. നമ്മൾ അവരെ എല്ലാം കൂടി ആകെ ഒതുക്കിയതായിരുന്നു, അപ്പോഴത്തേക്ക് എല്ലാം തിരിച്ചു കൊടുത്തു. അപ്പൊ ശകുനി പറയും, നീ പേടിക്കണ്ട, നമുക്ക് അവരെ ഒന്നും കൂടി വിളിക്കാം, ഇതൊന്നും കൂടി കളിപ്പിക്കാം. അവര് പോയില്ലേ, നീ പറഞ്ഞാല് അച്ഛൻ ഇനിയും സമ്മതിക്കും. അച്ഛൻ വിളിച്ചാല് അവരിനിയും വരും. ദുര്യോധനൻ അച്ഛൻ്റെ അടുത്ത് പോയി. ഒന്നുകൂടെ അവരെ, അപ്പൊ ദുര്യോധനൻ വരുമ്പോ ധൃതരാഷ്ട്രം തോന്നി, ഈ കാലമാടൻ എന്തിനാണ് വരുന്നത്, എന്തോ മോശമായ കാര്യം കൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഒന്നും കൂടി അവരെ ചൂതാട്ടത്തിന് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും കൂടെ അവരെ ചൂതാട്ടത്തിന് വിളിക്കാൻ
പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പഴയ തന്ത്രം തന്നെ എടുത്തു. ഞാൻ ജീവനോടെ വേണോ അവരോട് കളിക്കാൻ വിളിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ ധൃതരാഷ്ട്രർക്ക് മനസ്സിലായി വിധിയെ തടുക്കാൻ ആർക്കും ആവില്ല എന്ന്. അപ്പൊ അവരെ വിളിക്കുകയാണ്, അവര് വീണ്ടും ചൂത് കളിക്കുകയാണ്, അവര് വീണ്ടും വരികയാണ്. അതിനെ ധിക്കരിക്കാൻ അവർക്ക് പറ്റുകയില്ല. അവര് വീണ്ടും കളിക്കുകയാണ്. കളിക്കുമ്പോ ഇക്കുറി ഭൂമിയൊന്നും അല്ല പന്തയം വെച്ചത്, ഒരേ ഒരു പന്തയാണ് വെച്ചത്. പന്തയത്തിൽ കളിച്ചു തോക്കുന്നവൻ 12 വർഷം വനവാസം അനുഷ്ഠിക്കണം, കാട്ടിലേക്ക് പോകണം, എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകണം. 12 വർഷത്തിന് ശേഷം ഒരു വർഷം 13ാമത്തെ വർഷം ആരും കാണാതെ ഒളിച്ചു താമസിക്കുകയും വേണം. ഈ ഒളിച്ചു താമസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും നിങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ 12 വർഷം കാട്ടിലേക്ക് പോകണം. പിന്നീട് ഒരു വർഷം ഒളിവ് താമസിക്കണം. ആ ഒരു വർഷം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെയും താമസിക്കണം. ഇങ്ങനെ നീണ്ടു പോകും. അപ്പൊ ഇവര് കളിക്കുകയാണ്. ആ കളിയിലും ഇവർക്ക് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇവര് കാട്ടിലേക്ക് പോവാണ്. 13 വർഷത്തിന്റെ അവസാനം ഇവരൊരു വർഷം ഒളിവ് താമസിക്കണമല്ലോ. അത് വിരാട രാജ്യത്ത് ഒരു കുക്കായി, ഡാൻസറായി, ഒരു വിദൂഷകനായി, ഒരു കുതിരയെ മേക്കുന്നവനൊക്കെയായി ഇവരവിടെ താമസിക്കുകയാണ്. 13 വർഷം കഴിഞ്ഞപ്പോ ഇവരെല്ലാം ഇവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 13 വർഷം കഴിഞ്ഞപ്പോ ഇവര് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോ ഓട്ടോമാറ്റിക്കലി തിരിച്ചു വന്ന ഇവർക്ക് രാജ്യഭരണം കൊടുക്കും. പകുതി രാജ്യം അവർക്ക് അർഹതപ്പെട്ട രാജ്യം കൊടുക്കും എന്നുള്ളതാണ് കരാറ്. അപ്പോ കൊടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോ ദുര്യോധനൻ കൊടുക്കില്ലാന്ന് ഉറപ്പാണ്. അപ്പോ കൃഷ്ണൻ പറഞ്ഞു അവസാനം, എന്തായാലും ഒരു മധ്യസ്ഥ ശ്രമം വേണമല്ലോ, ഞാൻ പോകാന്ന് പറയുന്നു. എന്നിട്ട് ആദ്യം പോകുമ്പോ ഇവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. ആദ്യം പോകുമ്പോ കൃഷ്ണൻ മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടി പോകാൻ ഒരുങ്ങിയപ്പോ ദ്രൗപദി നിന്ന് കൃഷ്ണന്റെ മുന്നിലേക്ക് നിന്ന് ചോദിച്ചു. താൻ അപമാനിക്കപ്പെട്ടപ്പോ തന്റെ മുടി വലിച്ചിഴച്ച് താഴേക്കിട്ട ദ്രൗപദി മുടിയുടെ കെട്ടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കൗരവകുലം മുഴുവൻ മുടിയാതെ ഞാൻ എന്റെ മുടി ഇവിടെ വീണ്ടും കെട്ടുകയില്ല എന്ന്. അപ്പോ തന്റെ അഴിച്ചിട്ട മുടികൾ ചൂണ്ടി കൃഷ്ണനോട് ചോദിച്ചു, ഭഗവാനെ, ഞാൻ കഴിച്ചിട്ട മുടികൾ മറന്നു പോകരുത്. എന്ത് മധ്യസ്ഥ ശ്രമമായാലും അങ്ങയെ ഞാൻ അത്രയും വിശ്വസിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവര് ഭഗവാൻ അവിടെ പോയി. എന്നിട്ട് അവരോട് ചോദിച്ചു, ദുര്യോധന, പാണ്ഡവർക്ക് അവകാശപ്പെട്ട ഇന്ദ്രപ്രസ്ഥം അവർക്ക് തിരിച്ചു കൊടുത്തൂടെ എന്ന് ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു. ദുര്യോധന, എന്നാൽ അവർക്ക് 5 അംഗരാജ്യങ്ങൾ നിങ്ങൾക്ക് 5 പേർക്കുമായി കൊടുത്തൂടെ എന്ന് ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു. 5 ഗ്രാമങ്ങളെങ്കിലും കൊടുത്തൂടെ? പറ്റില്ല. 5 പ്രദേശങ്ങളെങ്കിലും അവർക്ക് താമസിക്കാൻ കൊടുത്തൂടെ എന്ന് ചോദിച്ചു. അതും പറ്റില്ല. ഒരു തരി മണ്ണ് ഞാൻ അവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോ അവിടെ നിന്ന് യുദ്ധമാണ് അടുത്തത്. യുദ്ധം പ്രഖ്യാപിക്കുന്നു. അതിന് കുരുക്ഷേത്ര ഭൂമി തയ്യാറാക്കുന്നു. അവിടെ യുദ്ധസമാനമായിട്ടുള്ള എല്ലാവരും താമസിക്കുവാനുള്ള ടെന്റുകൾ തയ്യാറാക്കുന്നു. അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു. ഭാഗത്തേക്ക് കൂട്ടാൻ വേണ്ടി ദൂതന്മാരെ അയക്കുന്നു. ഓരോ രാജാക്കന്മാരെയും ചെന്ന് ഓരോരുത്തരെ കാണുന്നു. കൃഷ്ണനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്, കൃഷ്ണനെ ക്ഷണിക്കാൻ വേണ്ടി പാണ്ഡവന്മാർ പറഞ്ഞയച്ചത് അർജുനനെ ആയിരുന്നു. അർജുനനെ പാണ്ഡവന്മാർ കൃഷ്ണനെ ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ടെന്നുള്ള വിവരം ദുര്യോധനന്റെ ചെവികളിലെത്തിയ ഉടനെ തന്നെ ദുര്യോധനൻ പ്രതിഗാമിയോട് പറയുന്നു. ദുര്യോധനന്റെ തേരാളിയായിരുന്നു ആ സമയത്ത്. പ്രതിഗാമിയോട് പറയുന്നു, നീ നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വേഗതയേറിയ കുതിരയെ തയ്യാറാക്കി നിർത്തുക, എന്റെ തേരുകൾ നേരെ കൃഷ്ണന്റെ വീട്ടിലേക്ക് വിടുക എന്ന് പറഞ്ഞു. എന്നിട്ട് അർജുനൻ എത്തുന്നതിന് മുന്നേ ദുര്യോധനൻ ആ വീട്ടിലേക്ക് എത്തുന്നു. കൃഷ്ണൻ നോക്കുമ്പോൾ ദൂരേന്ന് കാണുന്നത് ദുര്യോധനൻ വരുന്നുണ്ട്. അപ്പൊ പുള്ളിക്ക് എല്ലാ കാര്യവും മനസ്സിലായി. അപ്പൊ ആദ്യം വരുന്നവർക്കാണ് അതിന്റെ പരിഗണന കൊടുക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ പുള്ളി ഒരു സൂത്രപ്പണി ഒപ്പിച്ചു. പുള്ളി കിടക്കേ കയറി നേരെ അങ്ങ് കടന്നു. അപ്പൊ ദുര്യോധനൻ വന്ന് ചോദിച്ചു, ഭഗവാൻ എവിടെയെന്ന് ചോദിച്ചു, കൃഷ്ണ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉറങ്ങുക എന്ന് പറഞ്ഞു. അപ്പോ പോകുമ്പോ ഒരു കസേര അവിടെ ഇട്ടിട്ടുണ്ട്, തലയുടെ എടുക്ക. അപ്പൊ പുള്ളി രാജാവാണല്ലോ. അപ്പൊ പുള്ളി നേരെ പോയി
പുള്ളിയുടെ തലയുടെ അടുത്ത് പോയിട്ട് കൃഷ്ണൻ കിടക്കുന്നതിന്റെ തലയുടെ ആ ഭാഗത്ത് പോയിട്ട് പുള്ളി ഇങ്ങനെ അവസ്ഥയിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുനനും കയറി വന്നു. അർജുനൻ നോക്കുന്നില്ല, തലയുടെ ആ കാലിന്റെ ഭാഗത്ത് ദുര്യോധനൻ തലയുടെ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് കസേരയിൽ. അർജുനൻ കാലിന്റെ ഭാഗത്ത് പോയി കൈകുമ്പിട്ട് അവിടെ ഇങ്ങനെ നിന്നു. അപ്പോ പുള്ളിക്ക് മനസ്സിലായി ദുര്യോധനൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അർജുനൻ മുന്നിൽ ഇരിക്കുന്നുണ്ട്, ഇനി കണ്ണു തുറന്നാൽ പ്രശ്നമില്ലാണ്. അപ്പോൾ പുള്ളി നേരെ കണ്ണു തുറന്നു. നമ്മൾ കണ്ണു തുറന്നാൽ ആര്യ കാണുക? തലേന്റെ അടുത്തിരിക്കുന്ന ആളെയാണോ കാലിന്റെ അടുത്തിരിക്കുന്ന ആളെയാണോ കാണുക? കണ്ണു തുറന്നപ്പോ കാലിന്റെ ഭാഗത്തിരിക്കുന്ന അർജുനനെ കണ്ടു. അപ്പൊ എഴുന്നേറ്റ് ചോദിച്ചു, അർജുന നീ എപ്പാ വന്നത് എന്ന് ചോദിച്ചു. എന്താ കാര്യം എന്ന് പറഞ്ഞു. ഒന്നും അറിയാത്ത പോലെ എഴുന്നേറ്റ് ചോദിച്ചു. അപ്പൊ അർജുനൻ മര്യാദ കൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ഞാനല്ല വന്നത്, ആദ്യം ദുര്യോധനനാണ് വന്നത്. ഞങ്ങൾ രണ്ടുപേരും വന്നത് യുദ്ധത്തിന് അവിടുന്ന് ഞങ്ങളുടെ പക്ഷത്ത് ചേരണം എന്ന് പറയാനാണ്. ഭഗവാൻ ഇത് രണ്ട് പക്ഷത്തും ചേരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാനൊരു കണ്ടീഷൻ വെക്കാം. എന്റെ യാദവ പടയാളികൾ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും നല്ല പടയാളികളിൽ ഒരു കൂട്ടരാണ്. 10,000 യാദവ പടയാളികള് ഈ യുദ്ധത്തിൽ പങ്കെടുക്കും. അവരെ നിങ്ങൾക്കൊരു പക്ഷത്തിന് കൊണ്ടുപോകാം. ഞാൻ അതിന് ഓപ്പോസിറ്റ് പക്ഷത്തോട് ചേരും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ നേരിട്ട് ഒരായുധവും ഞാൻ എടുക്കില്ല. അമ്പ്, വില്ല് ഒന്നും എടുക്കില്ല. ഞാൻ യുദ്ധത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കാം, അല്ലാതെ ഒരായുധവും ഞാൻ എടുക്കുകയില്ല. എന്റെ 10,000 കണക്കിന് വരുന്ന സൈനികരെ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് എടുക്കാമെന്ന്. നിങ്ങൾക്ക് ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാം. ഞാൻ ആദ്യം കണ്ടത് അർജുനനെ ആയതുകൊണ്ട് അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ അർജുനനെ വിട്ടുകൊടുക്കുന്നു. അർജുന, നിനക്കൊന്നുകിൽ 10,000 കണക്കിന് വരുന്ന ഏറ്റവും ശക്തരായിട്ടുള്ള യാദവ സൈന്യത്തെ എടുക്കാം, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാത്ത ആയുധങ്ങൾ എടുക്കാത്ത കൃഷ്ണനെ നിനക്ക് എടുക്കാം എന്ന് പറഞ്ഞു. ദുര്യോധനൻ വിചാരിച്ചു, അർജുനൻ ഇപ്പൊ എന്ത് ചെയ്യും? 10,000 സൈന്യങ്ങളെ എടുത്ത് അർജുനൻ പോവും. ഈ കൃഷ്ണനെ കൊണ്ട് എനക്കെന്ത് കിട്ടാനാ? ഒന്നുമില്ലാത്ത എനിക്ക് ബാക്കിയാവും. ഞാൻ അവിടെ നിന്നാ മതിയായിരുന്നു. അപ്പോൾ അർജുനൻ പറഞ്ഞു, വാസുദേവ കൃഷ്ണ, ഈ ലോകത്തുള്ള മുഴുവൻ പടയാളികൾ എന്റെ ഒപ്പരം നിന്നാലും എനിക്ക് അവിടുന്ന് ഒരാൾ മാത്രം മതി എന്ന് പറഞ്ഞു. അവിടുന്ന് എന്റെ തേരാളിയായി നിന്നാ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ട ദുര്യോധനൻ പൊട്ടിച്ചാടി. അയാള് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്ത് പൊട്ടനാന്ന് വിചാരിച്ചു. പക്ഷേ മഹാഭാരതത്തിന്റെ യുദ്ധത്തിന്റെ കാരണം എന്ന് പറയുന്നത് ദ്രൗപദിയുടെ അപമാനമായിരുന്നു എടുത്തത് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ മഹത്തരം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന പലതുമായിരിക്കും മഹത്തരമായ വിലയുള്ളതെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ടാകും. കൃഷ്ണനെ തിരഞ്ഞെടുക്കാൻ അർജുനൻ കാണിച്ചതാണ് മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവര് ജയിക്കാനുള്ള ഒരേ ഒരു കാരണം. യുദ്ധം തീരുമാനിച്ചു. കൃഷ്ണൻ അവരുടെ കൂടെ തേരാളിയായി നിന്നു. ഭീഷ്മപർവത്തില് അർജുനൻ പറഞ്ഞു, എന്നെ എല്ലാ എന്റെ ഈ യുദ്ധത്തിന്റെ നടുവിൽ കൊണ്ടുപോയി നിർത്താൻ പറഞ്ഞു. ദുഷ്ടജ്ഞൻ പാണ്ഡവരുടെ പടയാളിയും ഭീഷ്മര് കൗരവരുടെ പടയാളിയുമായിട്ട് നിന്നു. അപ്പോ അർജുനൻ അവിടെ പോയി നിന്നപ്പോ ചുറ്റും നോക്കി. ആരൊക്കെയാണുള്ളത് എന്ന് പറഞ്ഞാൽ തന്നെ സ്നേഹിച്ച മുത്തച്ഛൻ ഭീഷ്മര്, തന്റെ ഗുരു, തന്റെ പ്രിയപ്പെട്ടവര്, ഒന്നിച്ച കളിക്കൂട്ടുകാര്, ഇവരെയൊക്കെ കൊന്നിട്ട് ഞാൻ എന്താണ് ഭഗവാനെ നേടേണ്ടത്? ഞാൻ കീഴടങ്ങുകയാണ്, എനിക്കൊരു രാജ്യവും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞൊരു കാര്യമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. നിങ്ങൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതല്ല. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുമ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നതല്ല ധാർമ്മികത എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അതിനെ നീതിയുക്തം നടപ്പിലാക്കുന്നതാണ് ധാർമ്മികത. ഭീഷ്മപിതാമഹര് ശന്തനുവിന്റെ മകനായി ജന്മമെടുത്തപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം എടുത്തൊരു പ്രതിജ്ഞയുടെ കാരണമാണ് ഇന്ന് മഹാഭാരത യുദ്ധം ഉണ്ടാകാൻ തന്നെയുള്ള കാരണം. ഒരുപക്ഷെ അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഹസ്തിനാപുരിയുടെ ഭരണം എന്ന് പറയുന്നത് അത്രയും മഹത്തരമായ കൈകളിലാകുമായിരുന്നു. അർജുന, എഴുന്നേക്കുക. ഒരു പട്ടാളക്കാരൻ എന്ന് പറയുന്നത് അതിർത്തിയിൽ നിൽക്കുന്നത് ശത്രുവിന്റെ പക്ഷത്ത് നിന്ന് വരുന്ന ആളുകളെ കൊല്ലുക എന്നുള്ളത് അവന്റെ ധർമ്മമാണ്.
നേരെ മറിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഒരാളെ കൊല്ലുന്നതെങ്കിൽ അയാൾ ചെയ്യുന്നത് ഒരു ക്രൂരകൃത്യാണ്. നിങ്ങൾ കച്ചവടം ചെയ്യുന്നവനാണെങ്കിൽ ആ കച്ചവടം ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളെ കർമ്മമാണ്. ഒരു പട്ടാളക്കാരനെ നമ്മൾ അതിർത്തിയിൽ നിർത്തിയിരിക്കുന്നത് ഒരു രാജ്യം മുഴുവൻ അയാളുടെ പിന്നിൽ ഒരു വിശ്വാസം അർപ്പിച്ചിട്ടാണ്. നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നതിനപ്പുറം ഒരു കർമ്മവും നിനക്കില്ല ഭർത്ത എന്ന് പറഞ്ഞ് ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അങ്ങനെ പറഞ്ഞ് അതിൻ്റെയൊക്കെ അവസാനം അതിന്റെ സംശയം ദൂരീകരിച്ച് വീഴാണ്. അഭിമന്യുവിനെ കൊല്ലുന്നത് ചക്രവ്യൂഹം ഉണ്ടാക്കി അഭിമന്യു കയറി പിന്നിൽ നിന്ന് കൊല്ലാൻ പാടില്ല എന്നുണ്ടായിരുന്നു. പക്ഷേ ജയദ്രഥൻ കൊല്ലുന്നത് പിന്നിൽ നിന്നായിരുന്നു. അഭിമന്യുവിനെ കൊന്നു. ഭീഷ്മരെ കൊല്ലാൻ ആർക്കും പറ്റില്ല. കാരണം ഭീഷ്മർക്ക് ഒരു വരമുണ്ട്, ഞാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ഞാൻ മരിക്കൂ. അപ്പൊ യുധിഷ്ഠിരൻ പോയി ഭീഷ്മരോട് ചോദിക്കുക ചെയ്തു. ഭീഷ്മര് മരിച്ചു വീഴാണ്. ദ്രോണരെ കൊല്ലാൻ വേറെ വഴിയില്ല. അപ്പോ ഭീമൻ അശ്വത്ഥാമാവെന്ന് പറഞ്ഞ ദ്രോണരുടെ മകനാണ്. അശ്വത്ഥാമാവെന്ന് പറയുന്ന ഒരു ആനയെ മഴുകൊണ്ട് അടിച്ചു കൊല്ലുകയാണ്. എന്നിട്ട് ഭീമൻ വിളിച്ചു പറഞ്ഞു, അശ്വത്ഥാമാവ് മരിച്ചു, ഞാൻ അശ്വത്ഥാമാവിനെ കൊന്നു. ഇത് കേട്ട ദ്രോണര് മനസ്സിലാക്കി ഇവൻ എന്തോ പോഴത്തരം പറയുന്നതാണ്. അശ്വത്ഥാമാവിനെ ഭീമൻ ഒരിക്കലും കൊല്ലാൻ പറ്റില്ല, അത്രയും നല്ല പോരാളിയാണ്, ഇവൻ എന്നെ വെറുതെ പറ്റിക്കാൻ പറയുന്നതെന്ന് പറ്റി ഇയാള് നല്ല തീവ്രമായിട്ട് അത്രയും വൃദ്ധനായിരുന്നിട്ട് പോലും യുവാക്കളെക്കാൾ ശക്തമായ രീതിയിൽ അമ്പെയ്തുകൊണ്ടേ മുന്നോട്ട് പോവുകയാണ് ദ്രോണര്. ആ സമയത്താണ് യുധിഷ്ഠിരൻ അവിടെ എത്തുന്നത്. യുധിഷ്ഠിരനെ അത്രയും വിശ്വാസമാണ് ദ്രോണർക്ക്. യുധിഷ്ഠിരന്റെ കഴിവുണ്ട്. യുധിഷ്ഠിരന്റെ പേര് തന്നെ പ്രശസ്തമാകുന്നത് അയാളെ സത്യമല്ലാതെ ഒന്നും പറയുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. യുധിഷ്ഠിരനോട് ചോദിച്ചു, യുധിഷ്ഠിര, അശ്വത്ഥാമാവ് മരിച്ചെന്ന് പറയുന്നത് കേട്ടോ, അത് സത്യമാണോ? നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു, ഗുരു, ഞാൻ അറിയില്ല, ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ പോയി ഭീമനോട് ചോദിച്ചു, നീ പറഞ്ഞ സത്യമാണോ? അപ്പൊ ഭീമൻ പറഞ്ഞു, സത്യമാണ്, ഞാൻ അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ഒരു ആനയെ കൊന്നിട്ടുണ്ട്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഗുരുവിന്റെ കയ്യിൽ അമ്പും വില്ലും ഉള്ളിടത്തോളം കാലം ഗുരുവിനെ കൊല്ലാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളുടെ മാർഗം നിങ്ങളുടെ ലക്ഷ്യത്തെ സ്വാധീകരിക്കുന്നു. ഗുരുവിന്റെ അമ്പും വില്ലും താഴെ വെക്കണമെങ്കിൽ ആകെ ഒരു വഴിയേ ഉള്ളൂ, ഗുരുവിന്റെ മകൻ മരിച്ചെന്നുള്ള ബോധ്യം ഗുരുവിന് വരണം. അതിനൊരു വഴിയേ ഉള്ളൂ, നീ പറഞ്ഞറിയണം. നീയാണെങ്കിൽ കള്ളം പറയുകയുമില്ല, പക്ഷേ കള്ളം എന്ന് പറയുന്നത് സത്യം പോലെ നീ പറയേണ്ടി വരുമെന്ന് പറയുന്നു. അപ്പൊ പറഞ്ഞു കൊടുക്കുന്നു, നീ ഗുരുവിന്റെ അടുത്തേക്ക് പോകുക, അധികം അടുത്ത് പോകരുത്, എന്നിട്ട് പറയുക. അപ്പോ അതേപോലെ തന്നെ പറയാണ്. എങ്ങനെയാ പറഞ്ഞെന്ന് പറഞ്ഞാല്, ഗുരു, അശ്വത്ഥാമാവ് മരിച്ചു, ഭീമൻ കൊന്നു. സൗണ്ട് കുറച്ചിട്ട് പറയാണ്, പക്ഷെ അതൊരു ആനയായിരുന്നു. ഈ വാളിന്റെയും ഈ സൗണ്ടിന്റെയും ഇടയ്ക്ക് ഇത് മാത്രം കേട്ടില്ല. യുധിഷ്ഠിരൻ പറഞ്ഞപ്പോ ദ്രോണര് ആകെ തളർന്നു പോയി. തൻ്റെ ഒരേ ഒരു മകനാണ്. ആയുധങ്ങളെല്ലാം താഴെ വെച്ച് അവിടെ ധ്യാനിക്കാനിരുന്നു. ഇനി നിങ്ങൾ നോക്കിക്കോന്ന് പറഞ്ഞു. കർണനോടും ദുര്യോധനനോടും ഒക്കെ പറഞ്ഞു, ഇനി ഞാൻ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ദ്രോണരെ കൊല്ലാൻ വേണ്ടി യാഗത്തിൽ നിന്ന് ഉണർന്നു വന്നൊരു മനുഷ്യനാണ് ദൃഷ്ടദ്യുമ്നൻ. ദൃഷ്ടദ്യുമ്നൻ ഓടി ചെല്ലുകയാണ്. എന്നിട്ട് വാളെടുത്ത് ദ്രോണരുടെ തല വെട്ടി ദൂരേക്ക് വലിച്ചെറിയാണ്. ദൃഷ്ടദ്യുമ്നന് ദ്രോണരോടൊരു പകയുണ്ട്. തന്റെ അച്ഛനായ ദ്രുപദനെ അപമാനിച്ചതിന്റെ പകയാണ് അവിടെ തീർത്തത്. ദൃഷ്ടദ്യുമ്നന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ദ്രോണരുടെ കൊലപാതകമായിരുന്നു. ദ്രോണർക്ക് ശേഷം കർണൻ ഏറ്റെടുക്കുന്നു. കർണനെയും അർജുനനും തമ്മിലുള്ള യുദ്ധത്തിൽ കർണൻ മരിക്കുകയാണ്. ആ ദിവസം തന്നെ ദുശാസനെയും ഭീമൻ കൊല്ലുകയാണ്. എല്ലാം കഴിഞ്ഞ് ബലരാമന്റെ ശിഷ്യനാണ് ദുര്യോധനൻ. അപ്പൊ ദുര്യോധനനും ഭീമനും തമ്മിലുള്ള യുദ്ധത്തിന്റെ അന്ന് തന്നെ ഇതൊന്നും കാണാൻ കഴിയില്ല എന്ന് വെച്ച് ബലരാമൻ വനവാസത്തിന് പോവാണ്. ആ ദിവസം ദുര്യോധനനും മരിക്കുകയാണ്. യുദ്ധം അങ്ങനെ അവസാനിക്കുകയാണ്. കുറേ ഉണ്ട് പറയാൻ, അതിനിടയ്ക്ക് അതൊന്നും പറയുന്നില്ല. യുദ്ധം അവസാനിക്കുകയാണ്. യുദ്ധം അവസാനിച്ച് എല്ലാ കൗരവപക്ഷത്തുള്ള മുഴുവൻ ആളുകളും മരിക്കുന്നു. യുദ്ധം അവസാനിക്കുന്നു. അന്ന് രാത്രി പാണ്ഡവരെല്ലാം ടെന്റിൽ, രാത്രിയൊന്നും ആക്രമണം ഉണ്ടാവില്ല, ടെന്റിൽ ഇന്നിനെ ഒന്നിച്ചു പിടിച്ച് അന്നവര് നല്ല വെള്ളമടിച്ച് ഉറക്കാണ് എല്ലാവരും. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, പാണ്ഡവരോട് മാത്രം പറഞ്ഞു, പടയാളികൾ അവിടെ കിടന്നോട്ടെ, നമുക്കിന്ന് വേറെ സ്ഥലത്ത് കിടക്കാം. അന്ന്
3 കൗരവര് മാത്രം മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അശ്വത്ഥാമാവ്, കൃതവർമാവ് എന്ന് പറയുന്ന 3 പേര് മാത്രം മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരിങ്ങനെ കാട്ടിലിരിക്കുമ്പോ അവര് കാണുന്നത് എന്താണെന്നറിയോ? ഒരു മരത്തിൽ ഒരു മൂങ്ങ വന്ന്, ഒരു കാക്ക അവിടെ ഇരിക്കുന്നുണ്ട്. കാക്കയുടെ കൂട്ടിലേക്ക് മൂങ്ങ വന്നിട്ട് കാക്കയെ കൊത്തിപ്പറിക്കുന്നതാണ്. അശ്വത്ഥാമാവ് പറയും, പകൽ സമയത്ത് മൂങ്ങയ്ക്ക് കണ്ണ് കാണുകയില്ല, അപ്പൊ മൂങ്ങയെ കാക്ക കൊത്തി ഓടിക്കും. പക്ഷെ പകരം വീട്ടാൻ വേണ്ടി മൂങ്ങ രാത്രിയാവുന്നത് വരെ കാത്തിരിക്കും. രാത്രി സമയത്ത് മൂങ്ങ പോയി കാക്കയുടെ കൂട്ടിലേക്ക് ആക്രമിക്കും. നമുക്കുള്ള സൂചനയാണത്. ഇപ്പോൾ പാണ്ഡവരെല്ലാവരും അവിടെ കുടിച്ചു കൂത്താടി കിടന്നുറങ്ങുന്നുണ്ടാവും, വിജയവും ആഹ്ലാദിച്ച്. ഈ സമയത്ത് ചെന്ന് നമുക്ക് എല്ലാവരെയും വകവരുത്തി ഇതിനൊരു അതിപരിഹാരം ഉണ്ടാക്കണം. അങ്ങനെ അവര് മാത്രം. അപ്പൊ കൃപര് ചോദിച്ചു, ഇത് യുദ്ധനീതിക്ക് എതിരാണ് എന്ന് പറഞ്ഞു. രാത്രി ആയുധമില്ലാത്തവനെ എതിർക്കുക. അശ്വത്ഥാമാവ് ചോദിച്ചു, എന്ത് യുദ്ധനീതി? ഏത് നീതിയാണ് ഈ യുദ്ധത്തിൽ പാലിക്കപ്പെട്ടത്? പകരം വെട്ടുക എന്ന് പറയുന്നത് മാത്രമാണ് ഒരാശ്രയം എന്ന് പറഞ്ഞ് ഇവരെ ശിവനെ പ്രകീർത്തിച്ച് തപസ് ചെയ്ത് ആയുധം നേടി, ശക്തമുള്ള ഒരു ആയുധം നേടി പാണ്ഡവരുടെ ടെന്റിനകത്തേക്ക് വലിഞ്ഞു കയറി. ആദ്യം നോക്കുമ്പോൾ തന്റെ പിതാവിന്റെ കഴുത്തറുത്ത ദൃഷ്ടത്തിനെയാണ് കാണുന്നത്. അദ്ദേഹത്തെ ചവിട്ടിയാ കൊല്ലുന്നത്. ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വർഗം എന്ന് പറയുന്നത് അയാൾക്ക് വാളുകൊണ്ടുള്ള വെട്ടേറ്റ് മരിക്കണം. അതിനൊന്നും സമ്മതിക്കാതെ ചവിട്ടി കൊല്ലുകയാണ്. ബാക്കിയുള്ള ഓരോരുത്തരെയും കൊന്നു. പക്ഷേ കൃഷ്ണൻ ഇത് അറിഞ്ഞ് ആദ്യം തന്നെ പാണ്ഡവരെ മാറ്റിയത് കൊണ്ട് അവര് മാത്രം അവിടെ അവശേഷിച്ചു. അവസാനം അർജുനനും അശ്വത്ഥാമാവും തമ്മിലുള്ള യുദ്ധത്തിൽ അവർ തമ്മിൽ 2 പേരും അസ്ത്രം പ്രയോഗിക്കുകയാണ്. അപ്പോൾ പിൻവലിക്കാൻ പറയുന്നു. അർജുനൻ പിൻവലിക്കുന്നു, അശ്വത്ഥാമാവ് പിൻവലിക്കുന്നില്ല. അങ്ങനെ അശ്വത്ഥാമാവിനെ ശപിക്കുന്നു. അശ്വത്ഥാമാവ് ദൂരേക്ക് പോവുകയാണ്.